ആണോ എന്തോ ഓ നമ്മളെ പോലെ പരമ്പായ കിടന്ന ആൾക്കാരൊക്കെ ഇതുപോലെ ഭയങ്കര ഹോട്ടലിലൊക്കെ വന്ന് താമസിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. ദൈവമേ, ഇത്രയും ഭാഗ്യം ഓരോരുത്തരും കൊടുക്കല്ലേ. അയ്യോ, പിന്നെ എനിക്കൊരു പേടിയേ, എന്നാ? നമ്മൾ ഈ സ്റ്റാർ ഹോട്ടലിന്റെ താഴെ വന്നിട്ട് കേറിയില്ലയോ, അപ്പൊ ആ ഗ്ലാസ് പൊട്ടി സൈഡിലോട്ട് പോയില്ലേ, അതിന്റെ പൈസ ആര് കൊടുക്കൂടാ? എടാ ഭ്രാന്ത, അത് സെൻസർ. അത് സെൻസറാണോ? ഓ ഞങ്ങളുടെ വീട്ടിലെ സെൻസർ ഞങ്ങളുടെ അമ്മയാ. ഞാൻ കൊട്ടുമ്പോ അമ്മ കഥ തുറന്നു തരും. പിന്നെ നമ്മളിത് കയറി ഈ ഹോട്ടലിലെ താഴെ ഡിപ്രഷനിൽ ഒരു പെണ്ണിരിക്കുന്നുണ്ടായിരുന്നു. അത് കുടുംബത്തിലെ വല്ല പ്രശ്നം ആലോചിച്ച് ഡിപ്രഷൻ അതല്ലെന്നും ഡിപ്രഷൻ എന്നൊക്കെ ബോർഡ് ചെയ്ത് വെച്ചിട്ടൊരു വലിയ വളഞ്ഞ് ഭയങ്കര തെറ്റി ബ്ലിഞ്ചിച്ചിരിക്കുന്ന ഒരു അവിടെ ഒരു പെണ്ണിരിക്കുന്നുണ്ട്. അത് റിസപ്ഷൻ. അവിടെ പെണ്ണിനെ കൊണ്ട് എന്തോ സൗന്ദര്യം ഞാൻ നോക്കിയൊക്കെ നിൽക്കുമായിരുന്നു. നാട്ടിലെ തരികട പെണ്ണുങ്ങൾ കാണുമ്പോ ഇവിടെ കാണിക്കില്ലേ, അവിടെ സെക്യൂരിറ്റി ഉണ്ട്, നല്ല കുത്തുവെച്ച് വരും. അതല്ല ഞാൻ ആ കുഞ്ഞിന് വേറെ വല്ല പണിക്കും പോവല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. മേല് തോടെ കാര്യം പറഞ്ഞപ്പോ കണ്ടോ, പെട്ടെന്ന് അത് കുഞ്ഞായി. ഇത് കണ്ടോടാ സാധനം. എന്തോ ദൈവമേ, അയ്യോ ദേടാ മുട്ടാമ്പ്ലേറ്റിന്റെ മേളിലിരിക്കണ മാതിരി. എന്തൊരു പതുപ്പ്. അയ്യോ നല്ല നല്ല രസം. ഇത് നമ്മൾ ആ കവലയിൽ നിന്ന് ചുമ്മാ പാട്ട് പാടി ഇപ്പം സ്റ്റീഫൻ സാറിന് ശല്യം വന്നു പറഞ്ഞാൽ നമ്മളെ ഏർപ്പാട് ചെയ്ത് ഇങ്ങോട്ട് കയറ്റി വിട്ടത്. സ്റ്റീഫൻ സാറിന്റെ കൂട്ടുകാരനാണ്, ഒരു സിനിമ ചെയ്യുന്നു, അതിനകത്ത് സംഗീതം വേണം, പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊട്ടാനും പാടാനൊക്കെ ആയിട്ട് ഇവിടെ വന്ന് സംഗീത സംവിധാനം ചെയ്യാൻ വേണ്ടി വന്നതാ. എന്തോലും അറിയത്തില്ലല്ലോ, നീ ആളം പൂളം വായിച്ച് രക്ഷപ്പെടുത്തിക്കോണം. പിന്നെ ഈ ആ ബാത്റൂമിന്റെ അവിടെ കയറുന്നിടത്താണെങ്കിൽ ഒരു മുട്ടായി ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ എടുത്തിരുന്നു, എന്റെ തല അങ്ങ് കറങ്ങുമായിരുന്നു. എടാ അത് പാറ്റാഗുളിക. ഭാഗ്യം. ഞാൻ വിചാരിച്ചു യാസിന്റെ മുട്ടായി ആയിരിക്കും. അയ്യോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യുവർ ഗുഡ് നൈം പ്ലീസ്. മൂളി എന്ന് പറഞ്ഞ എനിക്ക് മൂളി പേര് വിളിക്കാൻ അറിയില്ല. പേരൊക്കെ സാറ് പറഞ്ഞ ഇഷ്ടത്തിന് കൊണ്ടുതരാനല്ലോ, ചാക്ക് കണക്കിന് പേരൊക്കെ. അയ്യോ പേരൊക്കെ അല്ല, നിങ്ങളുടെ പേരൊക്കെ. പേരൊക്കെ നോക്കി എന്റെ പേര് വെട്ടിപ്പുറം പുരുഷൻ. അപ്പൊ ഇപ്പുറത്തിട്ട് വെട്ടിയ പെണ്ണാവൂ? അതല്ല, പത്തനംതിട്ട ജില്ലയിലെ വെട്ടിപ്പുറം എന്നൊരു സ്ഥലമുണ്ട്, ആ വെട്ടിപ്പുറത്തെ പുരുഷൻ മാഷാണ് ഞാൻ. ആണല്ലേ? ഞാൻ ഈ സ്പോട്ടിൽ എഴുതും. അയ്യോ പോട്ടിൽ എഴുതാൻ പറ്റത്തില്ലല്ലോ, എഴുതിയിട്ട് പേപ്പർ ചുട്ടിക്കയറ്റി വെക്കാനല്ലേ പറ്റൂ. അതല്ല പറഞ്ഞേ, ഞാൻ സ്പോട്ടിൽ പാട്ട് എഴുതും, പാട്ട് എഴുതുന്നതാണ്. ശരി, നിങ്ങള് രമണൻ. ഇതെങ്ങനെയായിരുന്നു ഈ പേര് കൊണ്ടുവന്നത്? ഓട്ടോയിൽ പിക്കപ്പിലാണോ? പറ്റിയോ, നിങ്ങളെ കൊണ്ട് പറ്റിയോ? നിങ്ങളുടെ എന്റെ ഒരു ഐഡന്റിറ്റി ആണത്. ഓക്കെ, വളരെയധികം സന്തോഷം. ഇദ്ദേഹമാണ് ഈ സംഭവമൊക്കെ ഇങ്ങനെ ഞെക്കി വിടുന്നത്. അതെന്താ സംഭവം? അതെന്താ? ഇതെന്റെ അമ്മൂമ്മയുടെ മുറുക്കാൻ പെട്ടി. മുറുക്കാൻ പെട്ടിയോ? കണ്ടറിയാൻ പാടില്ല, ഹാർമോണിയം. അത് നിങ്ങളെന്താ അതിന് ചൂടാവുന്നത്? ഇത് ഹാർമോണിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. സാറേ ഇപ്പൊ നമ്മൾ ഇത്ര അടുത്തില്ലേ, ഇനിയിപ്പൊ എന്ത് വേണമെങ്കിലും ആവാലോ. അങ്ങനെ എന്റെ പേര് ഡൊമനിക് എന്നാണ് കേട്ടോ. എങ്ങനെ? അതൊരു വണ്ടിയല്ലേ? അത് ഒമനി. പിന്നെ ഇത് ഡൊമനിക് എന്നാ എന്റെ പേര്. പിന്നെ സംശയം ചോദിച്ചോട്ടെ, സാറ് മിണ്ടല്ലേ, ഇതിനകത്ത് ഉണ്ടായിരുന്നു ഇപ്പഴേ ഓർത്തെ. നിനക്ക് ഈ ഡ്രസ് എവിടെ നിന്ന് കിട്ടിയടാ? നല്ല തെക്കേപ്പുറത്തെ മോഹന്റെ ചെറുക്കൻ അവിടെ കിടന്ന് കരയണ കേട്ടായിരുന്നോ? എന്തിന്? എടാ അവന് ശിശുദിനത്തിൽ ഇടാൻ പറ്റാറുന്ന നെഹ്റുവിന്റെ ജുബല്ലേ ഇത്. അപ്പൊ തൊപ്പിയോ? ആ തൊപ്പി ആ ചെറുക്കിന് കൊടുത്തപ്പോഴാണ് അവൻ കരച്ചിൽ നിർത്തിയത്. അപ്പൊ നിന്റെ ഉടുപ്പോ? ഇത് വർഗീസ് സാറിന്റെ. വർഗീസ് സാറ് തന്നല്ല, പിന്നെ പുള്ളിക്കാരൻ അവിടെ കഴുകി അരയിലിട്ടിരുന്നായിരുന്നു, ഞാൻ രാത്രി പോയി എടുത്തിട്ടതാ. അത് കൊള്ളാം. ഇത് മാത്രമല്ല, പിന്നെ ഒരുപാട് വെള്ള അണ്ടർവെയറും പുള്ളിക്കുണ്ട്. ഒരെണ്ണം ഞാൻ എടുത്തായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്ത്? ഇടാൻ വേണ്ടി കാലിട്ട് നോക്കിയപ്പോഴാണ് അറിയുന്നത് റബ്ബർ ഷീറ്റ് ഉണക്കാൻ ഇട്ടേക്കുമായിരുന്നു. ചായ കുടിച്ചായിരുന്നോ? ചായ കുടിച്ചായിരുന്നു? ഞങ്ങൾക്ക് അറിയത്തില്ല സാറേ ഇവിടെ അങ്ങനെ ചായ കുടിക്കുന്നുള്ള. ചായ കുടിക്കാൻ അറിയത്തില്ല, വാവച്ച കുടിക്കുന്ന എല്ലായിടത്തും. പിടിച്ചേ ചൂടുവെള്ളം മാത്രം ചായ. വൈവർ സാർ ഹോട്ടലിലെ ചായ ഇത് ഇവിടെ എടുത്ത് വെക്കുന്നു. ഇത് ഇവിടെ അല്ലേ ഇടണ്ടേ? ഇതെപ്പോഴാ പൊക്കി എടുക്കുന്നത്? ഇതില് മീൻ കൊരുത്ത് കഴിയുമ്പോ നാളെ രാവിലെ പൊക്കി എടുത്താണ്. ചായ കുടിക്കാറില്ല നിങ്ങൾക്ക്? പറയാനാന്ന് പറയാ, ചായ പിരിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകാം, നമുക്ക് നാളെ ഉപയോഗിക്കാം. സാറേ അപ്പൊ ഈ ദീപൻ സാറ് പറഞ്ഞേ അല്ല, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇങ്ങോട്ടുള്ള വരവ്? എങ്ങനെയായിരുന്നു വരവെന്ന് പറഞ്ഞാല് ഞങ്ങൾ ഈ സ്റ്റീഫൻ സാറേ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും
ഏറ്റവും വലിയ ബംഗ്ലാവുള്ള ആളാണ് ഈ സ്റ്റീഫൻ സാർ. അറിയാം, എന്റെ ഫ്രണ്ട് അല്ലേ. അപ്പൊ സാറിന്റെ വീടിന്റെ മുറ്റത്ത് ഗേറ്റിന്റെ അവിടെ സന്ധ്യയാകുമ്പോ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അടിച്ചട്ടെ പാട്ടങ്ങ് അറിഞ്ഞങ്ങ് കീറുക. അങ്ങനെ പുള്ളിക്കാരൻ പട്ടി അഴിച്ചു വിട്ടായിരുന്നു ആദ്യം. ആവശ്യമില്ലാതെ കാണിക്കൽ ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറെ ആൾക്കാരുണ്ട്, ഇതിന്റെ ആൾക്കാരുണ്ട് ഒത്തിരി. ഞങ്ങളെല്ലാവരും ഇതിന് പാടുമ്പോൾ സാർ ഒരു ദിവസം എന്നെ ഇവനോടും പറഞ്ഞടാ, നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ കിടന്ന് പാടാം, സിനിമയിൽ പാടാൻ ഒരു അവസരം ഉണ്ടാക്കി തരാൻ പോകുന്നു ചോദിച്ചു. ആണല്ലേ, അങ്ങനെയാണ് പുള്ളി എന്റെ അടുത്ത് പറയുകയും നിങ്ങളിവിടെ എത്തിയത്. എന്താ കഥ? എന്താ സാധനം? കഥ എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങൾ വരൂ, നിങ്ങൾ ഇന്ന് വരൂ. നിങ്ങൾ എവിടെയായിരുന്നു സാറിന്റെ വീട്? എവിടെയായിരുന്നു? ഞാന് അമേരിക്കയിലെ സെറ്റിൽ ആയിരിക്കുന്നു. അത് ശരി. പിന്നെ ജനനമൊക്കെ തിരുവനന്തപുരത്തായിരുന്നു. പിന്നെ മുട്ടിലെഴിയുന്ന സമയമായപ്പോ ഞാൻ ഏകദേശം എറണാകുളം എത്തി. ഓ, ഭയങ്കര കട്ടമായിപ്പോയില്ലോടാ. ചില മുട്ടലായിരുന്നു എറണാകുളം വരെ വരുവാ. തിരുവനന്തപുരത്ത് ജനനം, മുട്ടിലെഴിയുന്ന സമയമായപ്പോ എറണാകുളത്ത് എത്തി എന്ന് പറയുക. എറണാകുളത്ത് എത്തി, അവിടെ സെറ്റിൽ. അതെ, കഥ പറഞ്ഞു തരാം, നിങ്ങൾ വരും. ഇതാരെ ഫോട്ടോ? ഫാമിലി ഫോട്ടോയാ. ഫാമിലി ഫോട്ടോയാ? അതെ. ഈ ഒരു മദാമ, മദാമ്മയുടെ ഫോട്ടോ ഞാൻ എവിടെ കണ്ടാ പറയുന്നത്? വലുതാക്കി കുറച്ചുകൂടെ. എന്താ ഇളക്കി മദാമ വാങ്ങി തട്ടെ? മദാമ വലുതാക്കാൻ ഇതെന്ത്? അപ്പൊ കഥാസാരം പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളണം കേട്ടോ. അതായത് ഭൂതം വിഴുങ്ങിയ പ്രമാണി എന്ന ഭൂതം വിഴുങ്ങിയ പ്രമാണി എന്നാണ് എന്റെ സിനിമയുടെ കഥ. ഭൂതപ്രാണി പ്രമാണി. ഈ ഭൂതത്തിനെ നമ്മൾ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുവാന്നോ? അല്ല, ഭൂതമൊക്കെ VFX ആ ചെയ്യുന്നത്. അതാരാടാ സംഭവം? ആരാടാ അത്? എന്തൊരു സംഭവം? ആരാ? മറ്റേ BHF നമ്മുടെ ഗ്രാഫിക്സിന്റെ ഒരു സംഭവം. അതൊന്നും എനിക്കൊന്നും അറിയത്തില്ല. ഈ രണ്ട് അപ്പൊ അങ്ങനെ ഈ ഭൂതം വിഴുങ്ങുന്നതാണ് സിറ്റുവേഷൻ. പ്രമാണിയെ അപ്പൊ ഈ പ്രമാണിയെ ഭൂതം വിഴുങ്ങുന്നിടത്താണ് നമ്മുടെ സോങ് തുടങ്ങേണ്ടത്. അപ്പൊ ഈ ഭൂതം ഇങ്ങനെ വാ തുറന്നു നിൽക്കുന്നു, അവിടെ നമ്മള് ചെയ്യുന്നു. ഇതിൽ നിങ്ങളുടെ റൈറ്ററും ഇത് കമ്പോസറും അല്ലേ? ഓക്കെ. അപ്പൊ നടക്കട്ടെ, പഠിക്കാൻ പറ്റുന്ന എഴുതി തരാം. അപ്പൊ അവിടെ വെച്ച് അവിടെ ഈ ഭൂത പ്രമാണിയെ വിഴുങ്ങിയ വാ തുറന്നിരിക്കുന്ന സിറ്റുവേഷൻ അത് നീ കറക്റ്റ് രീതിയിൽ അങ്ങ് ചെയ്യണം കേട്ടോ. ഞാൻ എഴുതി വായിക്കാം. വിഴുങ്ങുമ്പോൾ പറയാമോ ഭൂതത്തിന്റെ മുഖഭാവം? ആ ഒരു സംഭവമാണ്. കേറ്റി വിഴുങ്ങുമ്പോൾ പറയാമോ ഭൂതത്തിന്റെ മുഖഭാവം? ഓ, ഭൂതത്തിന്റെ മുഖഭാവം എങ്ങനുണ്ട്? എങ്ങനുണ്ട്? രഞ്ജിനിയാണ്. രജനിയോ? രാഗം രഞ്ജിനി. ഓക്കെ. അപ്പൊ ഇത് രണ്ടാമത്തെ സിറ്റുവേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രമാണി ഭൂതത്തിന്റെ കേൾക്കുന്നുണ്ടോ? പ്രമാണി ഭൂതത്തിന്റെ ആമാശയത്തിൽ കിടക്കുന്നുണ്ട്. വിഴുങ്ങിയല്ലോ, അതായത് ഭൂതം വിഴുങ്ങി. അപ്പൊ ആമാശയത്തിൽ കിടക്കുന്ന സമയത്ത് കുറെ ഏറെ കൊക്കോ പുഴുകൾ ഇതിനെ ആക്രമിക്കാൻ പറ്റും. അവിടെ ഒരു പാട്ട്. കൊക്കോ പുഴുവിനെ എത്ര ഇട്ട് പിടിക്കാൻ പറ്റും? നമുക്കൊരു കാര്യം ചെയ്യാം, ഒരുപാടുണ്ടല്ലോ. ഒരു 8.5 കട്ടയ്ക്ക് കൊക്കോ പുഴു പിടിച്ചാലോ? എന്തോട്ട് വരയ്ക്കുന്നത്? മിണ്ടല്ലോ കേട്ടോ, അടിച്ചോ. നമ്മൾ ആ സാധനം കൊക്കോ പുഴുവും കൊച്ചുണ്ട പ്രാണിയും പ്രമാണിയെ നോക്കുന്ന നേരം ബെസ്റ്റ് പറ്റിയ സാധനം. ജനങ്ങളുടെ ഹൃദയത്തിൽ കടന്ന് തുടിക്കണം. കേറ്റി പിടിച്ചോ കേട്ടോ. കൊക്കോ പുഴുവും കൊച്ചുണ്ട പ്രാണിയും പ്രാമാണെ നോക്കും നേരം. കൊക്കോ പുഴുവും കൊച്ചുണ്ട പ്രാണിയും പ്രാമാണെ നോക്കും നേരം. പൊങ്ങിവാ കൊക്കോ പുഴുവിന്റെ കുഞ്ഞുങ്ങളെ പൊങ്ങിവാ. കൊക്കോ പുഴുവെ സിന്ദാബാദ്, കൊക്കോ പുഴുവെ സിന്ദാബാദ്. അല്ല, പൊക്കത്തി പാടാനല്ലേ പറഞ്ഞത്? പിന്നെ നമുക്ക് ഇവിടെ വയലിൻ്റെ ഒരു പീസ് ഇട്ടാലോ? ഞങ്ങളുടെ പോണത് വയലിൽ കൂടെ ഒരു പീസ് പോണെന്ന് പറഞ്ഞു.
വയലിന്റെ പീസ് പോണ കാര്യമല്ല പറഞ്ഞത്. നിന്റെ ഇടയ്ക്ക് വയലിന്റെ ഒരു പീസ് ഇടാത്. അങ്ങനെ ഓ അപ്പൊ രണ്ടാമത്തെ സിറ്റുവേഷൻ, അതായത് ഈ ഭൂതത്തിന്റെ ആമാശയത്തിൽ കിടന്ന് പിടയ്ക്കുവാണല്ലോ ഇവര്. അപ്പൊ ഇടയ്ക്കുന്ന സമയത്ത് ഈ പ്ലീഹയിൽ പിടിച്ച് എവിടെ പ്ലീഹയിൽ പിടിച്ച് ഈ പ്രമാണി പുറത്തേക്ക് വരാനുള്ള ഒരു ശ്രമം. അവിടെ നമുക്ക് ഒരു സോങ് അപ്ലൈ ചെയ്യണം. അപ്പൊ ഈ ആമാശയത്തിലെ ഒരു അവയവമാണ് പ്ലീഹ. നീ കേട്ടിട്ടുണ്ടോ? പ്ലീഹ എനിക്കറിയാം. നല്ല പരിചയമാണ് പ്ലീഹയായിട്ട്. എന്റെ കുഞ്ഞമ്മയാണ് പ്ലീഹ. നിനക്ക് വലിയ പരിചയം എനിക്കറിയാവുന്ന നേരത്തെ പ്ലീഹ. അപ്പൊ ആ പ്ലീഹ കിടന്ന് പുള്ളിക്കാലം വലിയുമ്പോ ഉള്ള ആ രക്ഷപ്പെടാനുള്ള രസം. അതെ രക്ഷപ്പെടാനുള്ള. ഇതെന്താ എന്റെ ബേക്ക് കുടിക്കുന്നത്? നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കുവാണോ? മോഞ്ചാലിട്ട് എഴുതാൻ നല്ല സുഖമാണ്. ഞാൻ ഒരു അക്ഷരം എഴുതിയത് എന്തോന്ന് എനിക്ക് അറിയത്തില്ല. ഈ സംഭവം ഇങ്ങനെ ഇരിക്കുന്നു. ഓ ആ മറ്റേ സാധനം അത് മറ്റത് ആരാന്നൊക്കെ കിട്ടിയോ? വായിച്ചു കേൾപ്പിക്കാം സാറേ. അത് പറഞ്ഞോ. പ്ലീഗയിൽ പ്ലീഗയിൽ പ്രമാണി കിടക്കുന്ന നേരം ബാക്കി എഴുതിയിട്ടുണ്ട്. ആ രീതിയിൽ നീ പാട. ഓക്കെ. അതെ നമുക്ക് മറ്റേ കാമ്പോജി കിട്ടടിച്ചാലോ? കാമ്പോജി കിട്ടടിക്കണോ? അല്ല അതൊന്നും വേണ്ട കേട്ടോ. ഒരുപാട് പ്രശ്നമാവും കമ്പോളത്തിൽ കിടന്ന് അടിയുണ്ടാക്കി. അത് കാബേജ്, കാമ്പോജി. ഞാൻ അടിച്ചോളാം. അപ്പൊ നമുക്ക് തുടക്കം തന്നെ ഫ്ലൂട്ടിന്റെ ഒരു ബ്ലിറ്റ് കൊടുക്കാം. ഫ്ലൂട്ടിന്റെ ബ്ലിറ്റ് കൊടുക്കാം. എന്താ വിളിച്ചെങ്കിലും വിളിച്ച് പാടും. ടൂടു ടൂടു ടൂ ടുടുടു. പ്ലീഹയിൽ ഭൂതപ്ലീഹയിൽ പ്രമാണി കിടക്കും നേരം രക്ഷപ്പെടാൻ നോക്കുന്നുവോ മുതലാളി പ്രമാണി. പ്ലീഹയിൽ ഭൂതപ്ലീഹയിൽ പ്രമാണി കിടക്കും നേരം. അപ്പൊ നമുക്ക് അടുത്ത സിറ്റുവേഷൻ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നാട്ടുകാരും കുടുംബക്കാരും എല്ലാം ഈ പ്രമാണിയെ ഭൂതം വിഴുങ്ങിയത് അറിഞ്ഞില്ല. അങ്ങനെ ഈ നാട്ടുകാരും കുടുംബക്കാരും എല്ലാം ചേർന്ന് ഈ പ്രമാണിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ദ്വീപിലേക്ക് വരികയാണ്. അപ്പൊ ഭൂതം ഇങ്ങനെ അന്തം വിട്ട് പ്രമാണിയെ വിഴുങ്ങി എങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് അവിടെ ഒരു പാട്ട് അപ്ലൈ ചെയ്യണം. ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൂതം ഇങ്ങനെ വിഴുങ്ങി നിൽക്കുന്നു. അപ്പൊ ഈ എല്ലാരും വന്ന് നിൽക്കുന്നു. അതായത് വരുമോ, പ്രമാണി പുറത്തേക്ക് വരുമോ എന്നറിയാൻ. അതാണ് സിറ്റുവേഷൻ. ഇത് കാപ്പിയിൽ പിടിക്കാം, കാപ്പിയുടെ അകത്തി പിടിക്കാം. എന്തോ കുതിരപ്പുറത്ത് പോവാണോ? എനിക്ക് ഇങ്ങനെ ചില നേരത്ത് ഇങ്ങനെയൊക്കെ ഇരുന്നാലേ ഭാവന വരുത്തുള്ളൂ. അപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ മഞ്ജുവാര് തോരും. അതുകൊണ്ടാണ് വരാത്ത. ഒരെണ്ണം ചീഞ്ഞു ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ദൂരെ പ്രമാണിയെ തേടി നാട്ടുകാർ കൂടി വന്നു. നാട്ടുകാർക്ക് അറിയാമോ പ്രമാണി ഭൂതത്തിന്റെ വായിലാണെന്ന്. സംഭവം ഇത് എങ്ങനെ നടക്കുമോ? ഓക്കെ അല്ലേ? ഇത് എന്ന് പറഞ്ഞ സാധനം ഒപ്പിച്ചൊപ്പിട്ടാക്കി വെച്ചു. ദൂരെ നിന്നും പ്രമാണിയെ തേടി നാട്ടാരോടി വന്നു. നാട്ടാർക്കറിയാമോ പ്രമാണി ഭൂതത്തിൽ വായിൽ കയറിയെന്ന്. നാട്ടുകാർ നോക്കി നിന്നു, ഭൂതവും നോക്കി നിന്നു. എല്ലാരും കൂടി നോക്കി തളർന്നു. പ്രമാണിയെ കണ്ടതില്ല, പ്രമാണിയെ കണ്ടതില്ല, പ്രമാണിയെ. അപ്പൊ ഇത് ഇവര് വന്നിട്ടും ഈ പ്രമാണിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ കൊട്ടാരക്കരയിലുള്ള ഒരു പറ്റം സ്ത്രീകൾ ചേർന്ന് ഈ പ്രമാണിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ദ്വീപിലേക്ക് വരികയാണ്. അപ്പൊ സ്ത്രീകൾ വരികയാണ് ഈ പ്രമാണിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി. കൊട്ടാരക്കരയിൽ നിന്നും 10ഓളം അതിനപ്പുറത്തോളം ആൾക്കാർ വരികയാണ് കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരികളായിരിക്കണം. ഓക്കെ. അപ്പൊ സ്ത്രീകൾക്ക് പ്രാധാന്യം ഇന്നലെ എഴുതി വെച്ചിട്ടോ. വായിക്കും. കൊട്ടാരക്കരയിലെ 10ഓളം പെണ്ണുങ്ങൾ. കൊട്ടാരക്കരയിലെ 8ഓളം പെണ്ണുങ്ങൾ ഭൂതത്തെ കൊല്ലാനായി അടിപിടി കൂടി. കൊട്ടാരക്കരയിലെ 8ഓളം പെണ്ണുങ്ങൾ ഭൂതത്തെ കൊല്ലാനായി അടിപിടി കൂടി. മേലിലെ ശ്രീമതി കല്ലുരുട്ടി, താഴത്തെ പാർവതി കൈ ചുരുട്ടി. കൊട്ടാരക്കരയിലെ 8ഓളം പെണ്ണുങ്ങൾ ഭൂതത്തെ കൊല്ലാനായി കടിപിടി കൂടി.
ഇതിന്റെ ഫ്രെയിം ഏത് രീതിയിലാ അത് ഞാൻ ട്രോളി ജിമ്മി ജിപ്പ് ഒരു ഓട്ടോ ആയിരിക്കും. അപ്പൊ അങ്ങനെ പല പരിപാടികളുണ്ട്. അത് ശരി. പിന്നെ നിങ്ങൾ ഇത്രയും കമ്പോസ് ചെയ്ത സ്ഥിതിക്ക് പെരിപ്പിക്കുന്ന ശീലം ഉണ്ടോ? എങ്ങനെ ഊണിന് മുമ്പ് എങ്ങനെ? ഇതിനു മുമ്പ് എനിക്ക് വിശപ്പാ. അതാണോ ചോദിച്ചേ? ഊണിന് മുമ്പ് പെരിപ്പിക്കുന്ന ശീലം ഉണ്ടോ? കഴിഞ്ഞ വയറ്റി പിടിച്ചിട്ട് ഇങ്ങനെ പെരുക്കും. അതല്ലേ പെരിപ്പിക്കുന്ന ശീലം ഉണ്ടോ? അറിയാലോ, നല്ല അവസരമാണ്. സാരാടിക്കൊളിയ. അപ്പൊ ഇങ്ങനെ അതല്ലേ രണ്ടുപേരും കറക്റ്റ് പിടിക്കണേ. ശരി ശരി. പെരുക്കുന്നുണ്ടോ? പെരുപ്പ് പെരുപ്പ്. ഇതാ ഞാന് ഊണിന് മുമ്പ് ചെറുതായിട്ടൊന്ന് പെരുപ്പിച്ചില്ലെങ്കിൽ എനിക്ക് കൈ എടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഈ പെരുന്ന സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഞങ്ങൾ അഡ്വാൻസ് കൂടെ തന്നായിരുന്നെങ്കിൽ ഞങ്ങള് എങ്ങനെ അഡ്വാൻസ് കൂടെ തന്നായിരുന്നെങ്കിൽ. അഡ്വാൻസ് നിങ്ങൾ ആരാണ് ഇങ്ങോട്ട് വിട്ടത്? ഞങ്ങളെ സ്റ്റീഫൻ സാറാണ് വിട്ടത്. സ്റ്റീഫൻ സാറാണ് ഇട്ടത്. അത് ഭൂതത്തിന്റെ 10ഓളം പെണ്ണുങ്ങളെ കൊട്ടാരക്കരയിൽ നിന്ന് അടിപിടി കൂടി. നല്ല പാട്ടല്ലേ? പിന്നെ കിള്ളം പാട്ട്. ഇത് ആരാണ് പുള്ളി? എന്തിനാണ് നിങ്ങൾ ഇവിടെ വിട്ടതിന്റെ ഉദ്ദേശം? മെയിൻ സാറിന് വീടിന്റെ രാത്രിയിൽ അവരെ വീടിന്റെ വലിയ പാട്ട് പാടും, ഭയങ്കര പാട്ട് പാടും. പുള്ളി ഇംഗ്ലീഷ് ഡിസ്പെർമെന്റോ പറഞ്ഞോണ്ട് ഞങ്ങളൊന്ന് പറയും. ഇവിടെ കിടന്ന് പാടല്ലേ, കൊച്ചുങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പുള്ളി. നിങ്ങൾ എങ്ങനെ പോയി രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്? അല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പുള്ളി അങ്ങനെ ഒരു ഐഡിയ ഇട്ടത്. 2 എണ്ണത്തിന് ഞാൻ ഇവിടെ പൂട്ടിയിടും. എന്റെ സിനിമ കഴിഞ്ഞിട്ട് പോയാൽ മതി. നീയൊക്കെ സാറിനൊക്കെ വലിയ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി. സാർമാർക്കൊക്കെ വലിയ കൊട്ടാരം പണിഞ്ഞ് അതിനകത്ത് ഇങ്ങനെ പട്ടി അഴിച്ചു വിട്ടിട്ട് ഇരുന്നാൽ മതി. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ഈ റോഡിലൊക്കെ നിന്ന് പാട്ട് പാടുക അടിക്കൊക്കെ രസമാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അല്ല, അങ്ങനെ പാടണമെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ സാർ ഞങ്ങളോട് കുടിക്കോ? ഞാൻ കൂടാൻ തയ്യാറാണല്ലോ. അങ്ങനെ കൂടാന്നെങ്കിൽ കോട്ട് വന്നിട്ടുണ്ട് വരില്ല. കൊടുത്തിട്ട് വരണം. കൂറക്കൈയിലേക്ക് കൊടുത്തു ഞങ്ങളോട്. ഞാൻ തയ്യാറല്ലേ? എന്തുകൊണ്ടെന്ന് ഞാൻ തയ്യാറല്ല. നിനക്കറിയാം നാടൻ പാട്ടൊന്ന് ചോദിക്കണം. മറ്റേ കിടക്കാൻ പാട്ടകളി ചോദിച്ചേ കുടിച്ചോ. ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിന് കല്ലിട്ടുള്ള കൊച്ചേട്ട, കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കലത്തില് വേവൂല, ഈ കലത്തില് വേവൂല. ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിന് കല്ലിട്ടുള്ള കൊച്ചേട്ട, കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കലത്തില് വേവൂല, ഈ കലത്തില് വേവൂല. കൂട്ടാൻ ചട്ടിൽ മീൻ പിടിക്ക ചൂണ്ടലിട്ട് ഇരിക്കേണ്ട, കൂട്ടാൻ ചട്ടില് മീൻ പിടിക്ക ചൂണ്ടലിട്ട് ഇരിക്കേണ്ട. ചക്കച്ചുളാവത്തെ ചുക്കാവോ കൊച്ചേട്ട, ഞാനുള്ള മൂത്താല് പാമ്പാവോ, ഞാനുള്ള മൂത്താല് പാമ്പാവോ. ഞാൻ കുടിക്കണെന്തിന് കല്ലിട്ടുള്ളക്കണ് കൊച്ചേട്ട, കയ്യിലിരിക്കുന്ന കല്ലം പരിപ്പ് ഈ കല്ലത്തില് വേവൂല, ഈ കലത്തില് വേവൂല. അപ്പൊ സാറ് ഞങ്ങളോട്ടൊക്കെ സെയിം ആയില്ല.